ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ സിമ്പിളായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുക. ജീരകം നന്നായിട്ട് അതിനൊന്ന് എണ്ണയിൽ പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി എണ്ണയിൽ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് പാകത്തിന് എടുക്കാവുന്നതാണ്. സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല പോലെ വഴഞ്ഞു വന്നു കഴിഞ്ഞാൽ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്തത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നല്ലപോലെ വേവിച്ചെടുത്ത ഗ്രീൻ പീസാണ് കേട്ടോ. ഗ്രീൻ പീസ് നമ്മൾ കുക്കറിൽ നല്ലപോലെ വേവിച്ചൊന്ന് ഉടച്ചെടുത്താണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് തന്നെ ചേർക്കണം എന്നില്ല കേട്ടോ. ഗ്രീൻ പീസ് ഇല്ലാതെ ആ സവാള വഴറ്റിയത് മാത്രം ഉണ്ടെങ്കിൽ അത് മതി. പിന്നെ വേണ്ടത് പാകത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് ഗോതമ്പൊടിയിലേക്ക് ലേശം ഉപ്പും വെള്ളവും ഒഴിച്ചു കൊടുത്ത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താണ് കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താണ്. മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതിന്ന് അത്യാവശ്യം ചെറിയ ബോൾസ് മാവ് എടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എത്രയാണോ എടുക്കുന്നത് അതുപോലെ എടുക്കുക. ലേശം പൊടിയിട്ടിട്ട് ഇതുപോലൊന്ന് പരത്തിയെടുക്കുക. ഒരുപാട് വട്ടത്തിൽ പരത്താതെ കുറച്ച് തിക്കായിട്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഓയിലൊന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്കൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇതാദ്യം നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് മടക്കിയെടുക്കാം. ഇനി ഓയിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ നേരെ തിരിച്ചും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് അതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ വേണം കേട്ടോ. നമുക്കൊരു കോൺ ഷേപ്പിൽ വേണം ആക്കിയെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 2 എണ്ണം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നേർ സെൻറ്ററിലായിട്ട് ഞാൻ ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് നമ്മൾ വീണ്ടും ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. നല്ല നീളത്തിൽ തന്നെ പരത്തിയെടുക്കുക. പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് പൊടിയിട്ട് കൊടുക്കരുത് കേട്ടോ. ലേശം പൊടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. അതുപോലെ നല്ല പോലെ തിന്നായിട്ട് കുറച്ച് ലോങ് ആയിട്ട് തന്നെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ വേണം നമുക്കിത് പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. നമ്മൾ സവാളയും ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ട് നമ്മൾ മസാല റെഡിയാക്കി ഉണ്ടായിരുന്നല്ലോ. 1 സ്പൂണാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രയാണോ വലിപ്പം നോക്കിയിട്ട് അതിന് പാകത്തിന് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ റോൾ ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടും. കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അതിൻ്റെ എൻഡ് ഭാഗം ഇങ്ങനെ തുറന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണയൊക്കെ ഉള്ളിൽ കയറി കുടിക്കും. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാതും റോൾ ചെയ്ത് എടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിം ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ ഉള്ളൊക്കെ വെന്ത് എല്ലാ സൈഡും നല്ല പോലെ മൊരിഞ്ഞ് വരുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ഫില്ലിങ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് വെച്ച് ചെയ്യാം കേട്ടോ. ചിക്കൻ വെച്ചിട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ വെറും സവാള എണ്ണ നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് സിമ്പിളായിട്ട് വഴറ്റിയെടുക്കില്ല, അതും കൊണ്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ ഇതുപോലെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. നല്ല ക്രിസ്പിയാണ്. അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അവർക്ക് കാണാൻ ഭംഗിയിലും കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം കൂടിയാണ് കേട്ടോ. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതങ്ങനെ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ അത് കളറൊക്കെ മാറി നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അധികം എണ്ണ കുടിക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആ സൈഡ് ഇങ്ങനെ നല്ല പോലെ തുറന്ന് നിന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കിടക്കുള്ളൂ. അപ്പോൾ നമ്മളത് ലേശം ഒന്ന് കയ്യിൽ വെള്ളം നനച്ചിട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ആണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.